ഗൺസും ഇവരുടെ കയ്യിലുള്ള ആർമർ മറ്റ് കാണുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും. മാത്രമല്ല ഈ കൈകളിലുള്ള ഈ നമ്പറിനെ കുറിച്ച് ഞാൻ നോക്കുന്ന സമയത്ത് 15397 എന്ന് പറയുന്ന ഒരു നമ്പറിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് ഇന്ന് ആക്ച്വലി 2 പോസ്റ്റേഴ്സുകൾ ഒരുമിച്ച് വന്നായിരുന്നു. സൂര്യയുടെ ഭാഗത്തുനിന്ന് സൂര്യയുടെ പോസ്റ്ററും കങ്കു എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് ലുക്കിന്റെ അപ്ഡേറ്റ് പോസ്റ്റർ ആക്ച്വലി ഇന്ന് വന്നായിരുന്നു. അതുപോലെ തന്നെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റർ വന്നായിരുന്നു. എനിക്കിതെല്ലാം കാണുന്ന സമയത്ത് പറയാൻ തോന്നിയ ഒരു കാര്യം നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സിനിമകളിലെല്ലാം ഗ്രാഫിക്സ് ഇങ്ങനെ കുത്തി നിറച്ചേക്കാറുള്ളത്. എല്ലാ പോസ്റ്ററിനകത്തും ഗ്രാഫിക്സിന്റെ ഒരു ഇന്റഗ്രേഷൻ ആണെന്ന് കാണാൻ വരുന്നത്. ഈ അടുത്തിടെ വന്നേക്കുന്ന നമ്മുടെ മലയാള സിനിമയെ നോക്കുകയാണെങ്കിൽ അതിന്റെ അപ്ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എമ്പുരാൻ സിനിമയുടെ അപ്ഡേറ്റ് ആണ് കാണാൻ വരുന്നത്. ഒരു അടിപൊളിയായിട്ട് ഒരു ഗ്രാഫിക്സ് മറ്റൊക്കെയാണ് കാണാൻ വരുന്നത്. ഗ്രാഫിക്സ് ഇങ്ങനെ നിറച്ചേക്കുന്ന പോലെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് ശരിക്കും ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമയുടെ ഒരു പോസ്റ്ററിനകത്ത് കാണാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമ വിജയുടെ ലിയോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വരാൻ പോകുന്ന സിനിമയാണ്. ആന്റിസിപ്പേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഏതെല്ലാം ലെവലിലാണ് ആൾക്കാർ ഇതിനെ ആന്റിസിപ്പേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ആക്ച്വലി എന്താണ് ഈ ഒരു പോസ്റ്റർ എന്നുള്ളൊരു കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ വരുന്നത് വിജയുടെ ഒരു അടിപൊളി ലുക്ക് കാണാൻ വരുന്നുണ്ടല്ലേ. മുമ്പ് വന്നിരിക്കുന്ന 2 പോസ്റ്ററിൽ വന്നിരിക്കുന്ന ലുക്കിനേക്കാളും എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ആ 2 ഏജ് കാറ്റഗറിയുടെ ഇടയിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്കിവിടെ കാണാൻ വരുന്നത്. പാസ്റ്റിനെ കാണിക്കുന്ന രീതിക്കും ഫ്യൂച്ചറിനെ കാണിക്കുന്ന തരത്തിലും 2 ക്യാരക്ടേഴ്സിനെ നമുക്കവിടെ കാണാൻ പറ്റിയായിരുന്നു. പക്ഷേ ഇവിടെ നോക്കുന്ന ഈ ഒരു ക്യാരക്ടറിനെ കാണുന്ന സമയത്ത് ഇത് പ്രസന്റിൽ വരുന്ന ഒരു ക്യാരക്ടർ എന്നുള്ളൊരു കാര്യം എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം ഇവിടെയുള്ള ഒരു വിജയുടെ ക്യാരക്ടറിനെ നോക്കുന്ന സമയത്ത് നമുക്ക് വിജയനെ മാത്രമല്ല ആക്ച്വലി വിജയുടെ കൂടെ കുറച്ച് ആൾക്കാരെ കൂടി കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് രാവിലെ വന്നേക്കുന്ന ഈ ഒരു പോസ്റ്ററിന്റെ ഫസ്റ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് തന്നെ ദി ഗോഡ് സ്കോഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. അതായത് ഗോഡ് സ്കോഡ്, ഇപ്പോൾ വിക്രം സ്കോഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഗോഡ് സ്കോഡ്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന ചിലപ്പോൾ അവരുടെ പെർഫോമൻസിൽ ഏറ്റവും നല്ല പെർഫോം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു സ്കോഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നതായിട്ട് കാണാൻ വരുന്നത്. ഇവിടെ ഈ പോസ്റ്ററിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേരിന് പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് ഇവിടെ കാണാൻ വരുന്നത്. ഇവിടെ വിജയനെ കാണാൻ വരുന്നുണ്ട്, തൊട്ടടുത്തായിട്ട് പ്രഭുദേവനെ കാണാൻ വരുന്നുണ്ട്, പ്രശാന്ത് എന്ന് പറയുന്ന ഒരു ആക്ടറിനെ കാണാൻ വരുന്നുണ്ട്, അജ്ബൽ എന്ന് പറയുന്ന ഒരു ആക്ടറിനെ കാണാൻ വരുന്നുണ്ട്. വിജയ് എന്ന് പറയുന്ന ഓഫ് കോഴ്സ് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഫാൻസുകാർക്ക് തലപതി എന്ന് പറയുന്ന ഒരു പേര് തന്നെ പറയുന്ന സമയത്ത് കാര്യങ്ങൾ കംപ്ലീറ്റ് ആണ്. ഇവിടെ പ്രഭുദേവനെ കാണുന്ന സമയത്ത് എനിക്ക് ഓർമ്മ ഒരു കാര്യം നോക്കിയാണെന്നുണ്ടെങ്കിൽ പ്രഭുദേവയായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് അതേ പറഞ്ഞതൊരു കാര്യമായിരുന്നു. ഗോട്ടിനെ കുറിച്ച് വന്നിരുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു. ഈ സിനിമയ്ക്കകത്ത് ആക്ച്വലി ഒരു ഡാൻസ് ഉണ്ട്. ഈ ഡാൻസിനകത്ത് വിജയ് ആൻഡ് പ്രഭുദേവ ഇവരുടെ ഒരു കോമ്പിനേഷൻ ഒക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നതായിട്ട് കേൾക്കാൻ പറ്റിയായിരുന്നു. സോ ഒരു കാര്യം ഉറപ്പാണ്, പ്രഭുദേവയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള ഒരു അടിപൊളി ഡാൻസ് സിനിമയ്ക്കകത്ത് വരാൻ പോകുന്നുണ്ട്. ഒരു അടിപൊളി പാട്ടാന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിന്റെ അപ്ഡേറ്റുകൾ വന്നിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. തൊട്ടിപ്പുറത്തായിട്ട് നിൽക്കുന്ന പ്രശാന്ത് എന്ന് പറയുന്ന ആക്ടറാണ് എന്നെ ശരിക്കും ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഞാൻ ഇങ്ങനെ മുമ്പത്തെ പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇങ്ങനെ കുറിച്ച് അന്വേഷിച്ച് പോകുന്ന സമയത്താണ് ഒരു കാര്യം കാണാൻ പറ്റിയത്. 99 കാലഘട്ടത്തിൽ 1999 കാലഘട്ടത്തിലൊക്കെ വിജയനേക്കാളും മുകളിൽ നിന്നായിരുന്ന ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടായിരുന്ന ഒരു നടനായിരുന്നു പ്രശാന്ത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ആയിരുന്നു കാണാൻ പറ്റിയായിരുന്നത്. ആഫ്റ്റർ കമൽഹാസന് ശേഷം ശങ്കരൻ മണിരത്നം എന്ന് പറയുന്ന 2 ഡയറക്ടേഴ്സിന്റെ കൂടി വർക്ക് ചെയ്യാൻ പറ്റിയേക്കുന്ന ഒരു ആക്ടർ എന്നുള്ളൊരു പേര് കൂടി ഇദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഒരു ലേബൽ കൂടി ഉണ്ട്. തമിഴ്നാട്ടിൽ ഇദ്ദേഹം ചെയ്തേക്കുന്ന സിനിമകൾക്കൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടായെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ ഇദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ടില്ല. തൊട്ടടുത്തായിട്ട് നമ്മുടെ അജ്ബൽ എന്ന് പറയുന്ന ആക്ടർ, നമ്മുടെ മാടമ്പി സിനിമയിൽ കല്യാണ കച്ചേരിക്ക് ആ ഒരു പാട്ടിനകത്തുള്ള ആക്ടറോട് നിൽക്കുന്നുണ്ട്, നമ്മുടെ 2 കൺട്രീസിലുള്ള വില്ലൻ. സോ ഇവരുടെ ഒരു സ്കോഡ് വരുന്ന സമയത്ത് എന്താണ് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിജയുടെ മുഖത്ത് ഇവരുടെ മുഖത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കരി മറ്റൊക്കെ തേച്ചേക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് ടോൺ ഇങ്ങനെ തേച്ചേക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. കയ്യിലായിട്ട് ഗൺസും മറ്റൊക്കെ കാണാൻ വരുന്നുണ്ട്. ഈ ഗൺസും ഇവരുടെ കയ്യിലുള്ള ആർമർ മറ്റൊക്കെ കാണുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇവരെല്ലാവരും റോ ഏജൻസ് ആണ്. യെസ് ഗൈസ്, ഇവരെല്ലാവരും റോ ഏജൻസ് ആണ്. നമ്മൾ മുമ്പ് വന്നിരിക്കുന്ന ബീസ്റ്റ് സിനിമയിലൊക്കെ പറയുന്ന പോലെ ഇദ്ദേഹം ഒരു റോ ഏജന്റ് ആണ്. സോ അടുത്ത വീരരാഘവനാണോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഞാൻ ചുമ്മാ പറഞ്ഞാണ്, ഇത് നല്ല രസകരമായിരിക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. എനിവേസ് നമ്മൾ ഇദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റർ നോക്കുന്ന സമയത്ത് ഈ ഒരു നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഒരു വാം ടോണിലാണ് ഇത് കൊടുത്തേക്കുന്നത്. പുറകിലായിട്ട് ഒരു ട്രക്ക് കാണാൻ വരുന്നുണ്ട്. ഈ വലിയ ട്രക്ക് പൊട്ടിത്തെറിച്ചേക്കുന്നതിന്റെ ബ്ലാസ്റ്റ് ആണ് നിൽക്കട്ടെ കാണാൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഇദ്ദേഹത്തിന്റെ മുകളിലായിട്ട് ഹെലികോപ്റ്റർ മറ്റൊക്കെ നിൽക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ഒരു വാർ അന്തരീക്ഷത്തിലാണ് ഇവരെല്ലാവരും നിൽക്കുന്നതായിട്ട് കാണാൻ വരുന്നത്. ഇവരെല്ലാവരും സ്കോഡാണ്. ആൻഡ് ഇവരെ മോണിറ്റർ ചെയ്തേക്കുന്നത് ഒരു ഗണ്ണിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. അതായത് ഒരു വലിയൊരു ഗണ്ണിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് ഇവരെ ഇപ്പോൾ ഈ പോസ്റ്ററിനകത്ത് എടുത്തു വെച്ചേക്കുന്നതായിട്ട് കാണാൻ വരുന്നത്. സോ 4 പേര് കൂടുന്ന ഒരു ഗ്യാങ് എന്ന് പറയുന്ന സമയത്ത് ഒരു കാലഘട്ടത്തിൽ ഈ ടൈമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ടൈമിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഒരു സിനിമയാണ് ഗോട്ട് എന്നുള്ളൊരു കാര്യം ഞാൻ മുമ്പേ തന്നെ പറഞ്ഞായിരുന്നു. സോ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്ന് പറയുന്ന 3 കാലഘട്ടത്തിൽ വരുന്ന 3 ഫോം ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ചിലപ്പോൾ വിജയ്ക്ക് 3 ലുക്കിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ 99% ഉറപ്പായിട്ടുണ്ട്. സോ എന്തായാലും നല്ല രസമായിട്ടുണ്ട്. പോസ്റ്റർ മുമ്പത്തേക്ക് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ബെറ്റർ ആയിട്ടുണ്ട്. കാരണം ഞാൻ മുമ്പ് വന്നിരിക്കുന്ന പോസ്റ്റർ വരുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമായിരുന്നു, പ്രത്യേകിച്ച് ലാസ്റ്റ് പോസ്റ്റർ എന്ന് പറയുന്നത് അത്രയ്ക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു പോസ്റ്റർ ആയിരുന്നില്ല. പക്ഷേ കമ്പയർ ടു ദാറ്റ് പോസ്റ്റർ ദിസ് പോസ്റ്റർ ഇസ് വെരി ഗുഡ്. അടുത്തായിട്ട് സൂര്യാണന്റെ ഒരു അടിപൊളി പോസ്റ്ററാണ്. സൂര്യാണന്റെ നാളെ രാവിലെ 11 മണിക്ക് വരാൻ പോകുന്ന സെക്കൻഡ് ലുക്കിന്റെ അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പോസ്റ്ററാണ്. പറയാതെ പറ്റില്ല. ഗംഭീരമായിട്ടുള്ള പോസ്റ്റർ. ഗംഭീര പോസ്റ്റർ മീൻസ് വാവ് എന്ന് എന്തായാലും നമുക്ക് പറയാൻ പറ്റും. ആ ലെവലിൽ നിൽക്കുന്ന ഒരു പോസ്റ്ററാണ് നമുക്ക് കാണാൻ വരുന്നത്. കങ്കുവ എന്ന് പറയുന്ന സൂര്യ 42 എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്ററിൻ്റെ ഒരു കളർ ടോൺ ആയിരുന്നു. 2 കളർ തീമിലാണ് ഇത് വന്നേക്കുന്നത്. ഒന്നൊരു ഫയർ, മറ്റൊന്ന് വാട്ടർ. വാട്ടർ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അവതാർ സിനിമയുടെയൊക്കെ പോസ്റ്ററിൻ്റെ ആ ഒരു കളർ ടോൺ ഇതിനകത്ത് കൊടുത്തേക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. അവതാർ എന്ന് എഴുതിയേക്കുന്നതിൻ്റെ ആ ഒരു കളർ ടോണൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്.
അതായത് വാട്ടർ എന്ന് പറയുന്ന ഒരു കളറിനെ റെപ്രസെന്റ് ചെയ്യുന്ന തരത്തിലാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ലിയോ സിനിമയിലാണെങ്കിലും ഐസ് ആൻഡ് ഫയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊടുത്തേക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ. സോ അത്തരത്തിൽ 2 കോൺസെപ്റ്റുകളാണ് ഈ ഒരു ഒറ്റ പോസ്റ്ററിന് അത് കൊടുത്തേക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. സോ കങ്കു എന്ന് പറയുന്ന സിനിമയുടെ ഈ ഒരു പോസ്റ്റ് കാണുന്ന സമയത്ത് നമുക്കിത് ഒരു കൈയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്, റൈറ്റ് ഹാൻഡാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കയ്യിലായിട്ട് നമുക്ക് ഒരു ഈഗിളിനെ കാണാൻ പറ്റുന്നുണ്ട്. ഐ മീൻ ഈഗിൾ എന്ന് പറയുന്നത് നമ്മുടെ കങ്കുവയുടെ ആ ഒരു സിമ്പിളാണ്. താഴെയായിട്ട് ഇദ്ദേഹത്തിന്റെ ഫിംഗറുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഫിംഗർ അടുത്തായിട്ട് പാമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15397 എന്ന് പറയുന്ന ഒരു കോഡ് എഴുതി വെച്ചേക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ കോഡിനെ കുറിച്ച് അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഒരുപാട് സിമിലാരിറ്റികൾ കാണാൻ പറ്റിയായിരുന്നു. ഒരു ടാറ്റൂയുടെ ഡിസൈൻ ആണെന്നുള്ള കാര്യങ്ങൾ മറ്റൊക്കെ കാണാൻ പറ്റിയായിരുന്നു. എനിവേസ് നമ്മൾ ഇതിനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സൂര്യയുടെ 2 ഗെറ്റപ്പ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. ഐ മീൻ ലിയോ സിനിമയിൽ നമുക്കറിയാം പാർത്ഥിപൻ ആൻഡ് ലിയോ എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ടല്ലേ. ഒന്ന് വളരെ ശാന്തം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും മറ്റൊന്ന് ഭയങ്കര വയലന്റ് എന്ന് പറയുന്ന ക്യാരക്ടറും. അതുപോലെ ഒരു ശാന്തതയും അതുപോലെ തന്നെ വയലൻസും കലർന്നേക്കുന്ന 2 ക്യാരക്ടേഴ്സിന് ഈ സിനിമയിൽ കാണിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സൂര്യ 42 എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് മുമ്പ് വന്നിരുന്ന ഒരു അപ്ഡേറ്റ് അത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് ഒരു പ്രസന്റ് കാലഘട്ടം കാണിച്ചതിന് ശേഷമായിരിക്കും ഇത് പാസ്റ്റിലോട്ട് കഥ പറഞ്ഞു പോകാന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിനെക്കുറിച്ച് വന്നിരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് സൂര്യയുടെ പ്രസന്റ് കാലഘട്ടത്തിൽ കാണിക്കാനായിരിക്കും ഒരു പക്ഷേ ഈ ഒരു നീല കളർ കാണിച്ചിട്ടുണ്ടാവുക. അതായത് ശാന്തതയും സമാധാനവും വളരെയധികം കൂളായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറിനെ കാണിക്കാനായിരിക്കും ഈ ഒരു നീല കാണിച്ചിട്ടുണ്ടാവുക. ഫയർ ഉദ്ദേശിക്കുന്നത് കങ്ക് എന്ന് പറയുന്ന വാക്കിനെ സൂചിപ്പിക്കുന്നത് ഫയർ എന്ന് പറയുന്ന ഒരു അർത്ഥമാണ് അതിനകത്ത് നിന്ന് വരുന്നത്. സോ കങ്കുവ എന്ന് പറയുന്ന ആ ഒരു ഫയർ എന്ന് പറയുന്ന എലമെന്റിനെ കാണിക്കാനാണ് ഇവിടെ ഈ ഒരു ഫയർ തീം കൊടുത്തേക്കുന്നതായിരുന്നു കാണാൻ വരുന്നത്. സോ നാളെയാണ് ഈ സിനിമയുടെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ സിനിമയുടെ എന്താണ് ഇതിന്റെ ഒരു സംഭവം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇതിന് മുമ്പ് വന്നിരുന്ന പോസ്റ്ററും അല്ലെങ്കിൽ ലുക്സും മറ്റൊക്കെ നോക്കുന്ന സമയത്ത് കങ്കുവ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ആയിരുന്നു കൂടുതൽ എടുത്ത് കാണിച്ചിരുന്നത്. അത് മാത്രമായിരുന്നു കാണിച്ചിരുന്നത്. ആ ക്യാരക്ടറിന്റെ ദേഹത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ടാറ്റു മറ്റും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതായത് കുറേയധികം വരകൾ മാത്രമായിരുന്നു. അദ്ദേഹം കൊന്നൊടുക്കിയേക്കുന്ന ആൾക്കാരെ എണ്ണത്തിനെ കാണിക്കുന്ന തരത്തിലാണ് ആ വരകൾ കൊടുത്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് തന്നെ നമ്മളൊരു അപ്ഡേറ്റ് ആണ് ഡീകോഡിംഗിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു ടാറ്റു എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഇത് ഒരു മോഡേൺ സ്റ്റൈൽ ഒരു ടാറ്റു ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു ടാറ്റു എന്ന് പറയുന്നത് പ്രസന്റ് കാലഘട്ടത്തിൽ വരുന്ന സൂര്യയുടെ ഒരു ക്യാരക്ടറിൻ്റെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ കൈകളിലുള്ള ഒരു ടാറ്റു എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. കാരണം ഈ മസിൽസ് മറ്റും കാണുന്ന സമയത്ത് ഇത് സൂര്യയുടെ കൈ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ പ്രസന്റിൽ വരുന്ന സൂര്യയുടെ കൈകളിലുള്ള ഒരു ടാറ്റു ആയിരിക്കും മേ ബി ഇതെന്ന് പറയുന്നത്. അത് മാത്രമല്ല ഈ കൈകളിലുള്ള ഈ നമ്പറിനെ കുറിച്ച് ഞാൻ നോക്കുന്ന സമയത്ത് 15397 എന്ന് പറയുന്ന ഒരു നമ്പറിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് പോകുന്ന സമയത്തും ഇതൊരു ടാറ്റുവിൻ്റെ ഡിസൈൻ കോഡാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്. സോ ഇത് പ്രസന്റ് കാലഘട്ടത്തിൽ വരുന്ന കൈകളാണ്, അതിൽ വന്നേക്കുന്ന ഒരു ടാറ്റു ആണെന്ന് കൂടെ കാണാൻ പറ്റുന്നത് എന്നുള്ള കാര്യം ഉറപ്പിക്കാനായിട്ട് പറ്റും. സോ നാളെ വരുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ലുക്ക് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പ്രസന്റ് ലുക്ക് ആണോ എന്നുള്ള കാര്യങ്ങൾ പോലും പറയാൻ പറ്റില്ല. കാരണം ഈ കൈകൾ കാണുന്ന സമയത്ത് ആക്ച്വലി പ്രസന്റ് ലുക്കിന്റെ ഡിസൈനും മറ്റൊക്കെയാണ് ആക്ച്വലി ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ എനിവേസ് ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. സൂര്യ ഫാൻസിന് ഒരു ഗംഭീരമായിട്ടുള്ള ട്രീറ്റ് തന്നെയാണ്. ആക്ച്വലി വിജയ് ഫാൻസിനാണെങ്കിലും സൂര്യ ഫാൻസിനാണെങ്കിലും 2 പേർക്കും ഒരു ട്രീറ്റ് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡബിൾ ട്രീറ്റ് തന്നെയാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു പരാതിയുള്ള ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയുടെ ഭാഗത്ത് നല്ലൊരു അപ്ഡേറ്റ് വന്നു, സൂര്യയുടെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് വന്നു, പക്ഷേ അജിത്തിന്റെ ഭാഗത്ത് നിന്ന് മാത്രം ഒരു അപ്ഡേറ്റ് പോലും വന്നിട്ടില്ല എന്നുള്ള പരാതികളൊക്കെ കാണാൻ പറ്റിയായിരുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എനിവേസ് ഗംഭീരമാണ് പടങ്ങളുടെ പോസ്റ്റേഴ്സുകളും മറ്റൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങൾ വരാനായിട്ട് പോകുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ ഏത് പോസ്റ്ററാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എന്താണ് നിങ്ങളുടെ ഫൈൻഡിങ്സ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലൂടെ ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബിറ്റ് ഓൺ ആൾസോ ബാച്ച് സൈനിങ് ഔട്ട്. ബൈ.